നമ്മളിന്ന് തേങ്ങ വറുത്തിട്ട് ഒരു കറിയാട്ടം ഉണ്ടാക്കണേ. നോക്കാം നമുക്ക്. ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക്, ഞാൻ ഇതിനകത്ത് ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ വറുക്കാനായിട്ട്. കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി അത് മുറിച്ചിട്ടേക്കുവാണേ. കാരണം ചെറിയ തോലില്ലേ അതതിനകത്തുണ്ട്. അപ്പോൾ ആ തോലോടുകൂടി അത് മൊരിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊന്നും മുറിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്ന് പൊട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, നന്നായിട്ടൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ വെളുത്തുള്ളിയുടെ തോലുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഇതിലേക്ക് 2 ഇതൾ കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലതായിട്ട് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ അത് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മൂത്ത് കിട്ടേണ്ടതാണ്. കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 സ്പൂൺ അത്രയും വെളിച്ചെണ്ണ ഒഴിക്കണുള്ളേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പകുതി മൂപ്പ് വരെ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് മൂത്ത് വരും. കണ്ടോ, ഒരുവിധം മൂപ്പായിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. നമ്മുടെ മസാലയിൽ ചേർക്കണ ജീരകമില്ലേ, ആ ജീരകം. ഇതിലേക്ക് ഇടുന്നത് മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം മാത്രം ഇത് ഈ ചൂടിൽ തന്നെ, അതായത് തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, തീ സിമ്മിലേക്ക് ഇട്ടേക്കുവാണ്. കാരണം ഇത് കരിഞ്ഞു പോകരുതല്ലോ, പൊടിഞ്ഞ പൊടിയല്ലേ. അപ്പോൾ ഇതൊരുവിധം ആ പച്ചമണം ഒന്ന് മാറണം. ഈ ഇത്തിരി സമയം, ഒരു 1/2 മിനിറ്റ് ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് മൂപ്പിക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇടുവാണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ തീ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇനി അതിനകത്തേക്ക് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇനി അതിൻ്റെ ആ ഒരു അടുപ്പത്തിരിക്കുന്ന ബർണറിൻ്റെ മുകളിലെ ചൂടും ഈ വറുത്ത തേങ്ങയുടെയും ഈ ചട്ടിയുടെയും കൂടെ ചൂട് മതി ഇത് മൂത്ത് വരാനായിട്ട്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ആകെ 1.5 സ്പൂൺ എണ്ണ കഷ്ടി, 1 സ്പൂൺ 1.5 സ്പൂൺ കഷ്ടി ആണ് ഇതിനകത്ത് എണ്ണ ചേർത്തിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ടേ. നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. ഇനി നമ്മുടെ പാത്രം അടുപ്പിൽ കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ശരിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും, വറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ പാത്രം കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. തീ ഇച്ചിരി കൂടുതലാണ്, തീ ഒന്ന് കുറയ്ക്കട്ടെ. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുവാണ്. കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ടു. നമ്മൾ അതിലേക്ക് ഇത് 3-4 പച്ചമുളക് കീറിയിട്ടിട്ട് ഇത് വെളുത്തുള്ളി ഇഞ്ചിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. ഇനി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ വീട്ടിലെ പച്ചമുളക് ആയതുകൊണ്ട് അതിന് നല്ല എരിവുണ്ട്. തന്നെയല്ല, ഈ ടൈപ്പ് പച്ചമുളകിന് എരിവ് ഇച്ചിരി കൂടുതലായിരിക്കും. നല്ല എരിവുള്ള നല്ല പച്ചമുളകാണ്. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കിഴങ്ങിന് ഒരു ഭംഗിയുള്ള കളർ ഇട്ടുണ്ടേ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. മല്ലിയുടെ പച്ചമണം ഇച്ചിരി കിട്ടാൻ വേണ്ടി കേട്ടോ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഈ മല്ലിപ്പൊടി ഇട്ടിട്ട് തീ സിമ്മിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുവാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കും.
വെള്ളം. 1 കപ്പ് എന്ന് പറഞ്ഞിട്ട് 2 കപ്പ് ഒഴിച്ചെന്ന് പറയരുത് കേട്ടോ. ഞാൻ ചെറിയ 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ 1 കപ്പ് അളവിലാകണ ചെറിയൊരു കപ്പിനാണ് ഒഴിച്ചത്. ഇനി തീ നമുക്ക് ഫുള്ളിലേക്ക് ഇടാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാവർക്കും അവരവരുടെ പാകത്തിന് ചേർക്കുക, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കണ്ടാ, നന്നായിട്ട് അരച്ചെടുത്തതാണ്. മറ്റേ ആദ്യം ഉണ്ടാക്കി വറുത്തരച്ചതില്ലേ അത്. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പാത്രം, നമ്മുടെ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച്, ഒരുപാട് കുറുകൊന്നും വേണ്ട, ഇതൊരുവിധം ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് കുറുകും. ആ സമയത്ത് നമുക്കിത് വാങ്ങാം. ഇത് തിളച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കിഴങ്ങേറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫാക്കി ഇറക്കാൻ പോവാണ്. ഇറക്കണതിന് മുമ്പ് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടുകയാണ്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.